വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ നീക്കങ്ങളാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി നടക്കുന്നത്. ഹൈക്കോടതിയിലെ നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഹർജി അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗിന്റെ വഖഫ് ബില്ലിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയാണ്. ഈ ഹർജിയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വാദമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. CN രാമചന്ദ്രൻ നായർ, മുനമ്പം കമ്മീഷൻ. ഗവൺമെന്റ് മെയ് 31 സമയം തന്നിട്ടുണ്ട്. ആ മെയ് 31 മുമ്പ് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടിയെക്കുറിച്ച് കമ്മീഷനെ അറിയേണ്ട ആവശ്യമില്ല. കാരണം റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള മാത്രമേ കമ്മീഷന് ചുമതലയുള്ളൂ. ഗവൺമെൻറ് റിപ്പോർട്ട് പഠിക്കും, ഗവൺമെൻറ് അതിനെക്കുറിച്ചുള്ള എന്ത് തീരുമാനം എടുക്കും, എന്ത് ശുപാർശ നടപ്പാക്കണം, എന്ത് നടപ്പാക്കേണ്ടോ, കമ്മീഷൻ റെക്കമെൻഡേഷൻ റിജക്റ്റ് ചെയ്യണോ, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. അതിന് മാത്രമേ ഹൈക്കോടതിയുടെ അനുവാദം ഗവൺമെൻറ് ഏത് രീതിയിലാണ് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ പോണേ എന്ന് പറഞ്ഞ് കോടതിയുടെ അനുവാദം മേടിക്കുമായിരിക്കും. കേസ് നിലവിലുള്ളപ്പോൾ, ഡിവിഷൻ ബെഞ്ച് കേസുള്ളപ്പോൾ. കേസിൻ്റെ ആദ്യമായ വാദം പിന്നെ കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. കമ്മീഷന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. വഖഫ് നിയമഭേദഗതി കമ്മീഷന്റെ പ്രവർത്തനത്തിനെ ബാധിക്കില്ല. നിയമഭേദഗതി ഏതെല്ലാം രീതിയിൽ ഈ മുനമ്പത്തെ പ്രശ്നത്തിനെ ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് പ്രധാനമായിട്ടും പറയേണ്ടത് ട്രൈബ്യൂണലും, നിലവിലെ കേസിൽ ട്രൈബ്യൂണലും ഹൈക്കോടതി അപ്പീലിലുമാണ് പറയേണ്ടത്. കക്ഷികൾക്ക് കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കക്ഷികൾക്ക് ഇത് കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അല്ല, ഇപ്പൊ തന്നെ കേസ് നിലവിലുണ്ടല്ലോ. ഫറൂഖ് കോളേജ് കൊടുത്തിട്ടുള്ള കേസ് വഖഫ് ബോർഡിന്റെ തീരുമാനത്തിനെതിരെ ഫറൂഖ് കോളേജ് ട്രൈബ്യൂണലിൽ കേസ് കിടത്ത് വളരെ സീരിയസ്ലി കണ്ടസ്റ്റഡ് കേസാണ്. ആ കേസിന്റെ തീരുമാനം അനുസരിച്ച് അതിന് മുകളിൽ തർക്കമുള്ളവർക്ക് അപ്പീൽ കൊടുക്കാം. ഹൈക്കോടതിയിലേക്ക് പുതിയ അമെൻമെന്റ് അനുസരിച്ച് അപ്പീൽ പുറകോട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പീൽ കൊടുക്കാം. അപ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനത്തിനെ ആശ്രയിച്ചിരിക്കും. ഇനിയിപ്പോൾ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ബാക്കി? ഇനി കമ്മീഷൻ പഠിച്ച് റിപ്പോർട്ട് കൊടുത്താൽ മതി. കമ്മീഷന്റെ ഹിയറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഹിയറിംഗ് ഒന്നുമില്ല. എല്ലാവരുടെയും ഭാഗം കേട്ട് കഴിഞ്ഞു. എല്ലാവരും തരേണ്ട രേഖകൾ തന്നു കഴിഞ്ഞു. ഇനി കമ്മീഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്യും. ഗവൺമെന്റിന്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി കമ്മീഷൻ പഠിച്ച് റിപ്പോർട്ട് കൊടുക്കും. അല്ല, ശുപാർശകളെ ഏത് രീതിയിൽ മുനമ്പത്തെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ഗവൺമെന്റ് ചോദിച്ചേക്കണേ. അതിന് കമ്മീഷൻ, അതിന് സർക്കാർ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കും. സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ അതിന് ഉള്ള സാധ്യതകൾ പരിശോധിക്കണം. ഹൈക്കോടതിയുടെ നിർദ്ദേശം കൂടി അതിനകത്ത് പരിഗണിച്ച ശേഷമേ അന്തിമ തീരുമാനത്തിൽ എത്തുകയുള്ളൂ എന്നൊരു ഇത് കൂടിയുണ്ട്. അപ്പം അതിൽ സർക്കാർ കമ്മീഷന്റെ റിപ്പോർട്ട് ഏതെങ്കിലും കമ്മീഷന്റെ ശുപാർശ നടപ്പാക്കണമെന്ന് നിയമവിരുദ്ധമാണെങ്കിൽ കോടതി പറയും അത് നടപ്പാക്കരുതെന്ന് പറയും. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ലാൻഡ് നിയമം സർക്കാരിന്, സംസ്ഥാന ഗവൺമെന്റിന് അൾട്ടിമേറ്റ് അതോറിറ്റിയാണ്. ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്താം. ഗവൺമെന്റ് ഏത് രീതിയിലും താമസക്കാരെ സംരക്ഷിക്കാനുള്ള നിയമം ഉണ്ടാക്കണം. അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ. ഇപ്പം മുൻകാല പ്രാബല്യത്തോടു കൂടി അല്ല വഖഫ് ഭേദഗതി ബില്ല് വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞില്ലേ, വഖഫ് ഭേദഗതി നിയമത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് സംസാരിക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലും കോടതികളുമാണ്. നിലവിലെ കേസിലാണ് അതിന് ഇമ്പാക്റ്റ് ഉള്ളത്. കമ്മീഷനെ സംബന്ധിച്ചോളം പറയാൻ കമ്മീഷൻ എന്താണ് വഖഫ് ക്ലെയിം ശരിയാണോ തെറ്റാണോ എന്ന് കമ്മീഷൻ പറയാൻ അധികാരമില്ല. അത് അഡ്ജുഡിക്കേഷൻ നടത്തി ട്രൈബ്യൂണൽ പറയണം. ട്രൈബ്യൂണൽ മുകളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ പറയണം. അപ്പോൾ ഏത് രീതിയിൽ ഈ പുതിയ അമെൻമെൻറ്റ് ബാധകമാകും മുനമ്പ ഇഷ്യൂവിൽ എന്നുള്ളതിനെക്കുറിച്ച് കോടതി തന്നെ പറയും. ട്രൈബ്യൂണൽ പറയും, അത് പിൽക്കാലം അപ്പീൽ കോടതി പറയും. പുതിയ അമെൻമെൻറ്റിന് ഒരു സ്കോപ്പ് ഉള്ളതെന്ന് വെച്ചാൽ ഒരു ലെവൽ അപ്പീൽ ഹൈക്കോടതിയിലേക്കുണ്ട്. അത് എല്ലാവർക്കും വലിയ ആശ്വാസമാണ്. ആർക്ക് വേണേലും ട്രൈബ്യൂണൽ ഓർഡറിനെ ഹൈക്കോടതി തർക്കിക്കുക, അപ്പീൽ കൊടുക്കാം. സജിത്ത്, നിയമ ഭേദഗതി, വഖഫ് നിയമ ഭേദഗതി കമ്മീഷന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇനി റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് കമ്മീഷന് മുന്നിലുള്ള അടുത്ത പടി. അതാണ് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അത് ഹിയറിംഗുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. ഈ മെയ് 30-നകം റിപ്പോർട്ട് സമർപ്പിക്കാനാകുമെന്ന് തന്നെയാണ് കമ്മീഷൻ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കമ്മീഷൻ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും സർക്കാർ ഇക്കാര്യത്തിൽ ഏതെല്ലാം നടപടികൾ, എന്തൊക്കെയാണ് സത്വര നടപടികൾ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഹിയറിംഗും മറ്റ് നടപടിക്രമങ്ങളും അവശേഷിക്കുന്നില്ല. കാരണം അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് ഇനി റിപ്പോർട്ട് സമർപ്പണം മാത്രമാണ്. പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയം മാത്രമാണ്. ഒരുപക്ഷെ അത് വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്നതാണ്. ഹൈക്കോടതിയിൽ നിന്നും തൽക്കാലമെങ്കിലും അനുകൂല തീരുമാനമുണ്ടായ പശ്ചാത്തലത്തിൽ വേഗത്തിൽ ആ നീക്കമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.